രാത്രിയിൽ കറണ്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ മിക്കവാറും എല്ലാവരും ആശ്രയിക്കുന്നത് വിളക്കിനെയോ മെഴുകുതിരിയോ അല്ലേ. ഇൻവെർട്ടറൊക്കെ ഉള്ളവർക്ക് ഇതൊന്നും പ്രശ്നമല്ല കേട്ടോ. വിളക്ക് കത്തിക്കാനായിട്ട് നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ ഉപയോഗിച്ചിരുന്നത് മണ്ണെണ്ണയാണ്. ഇനിയിപ്പോൾ മണ്ണെണ്ണയില്ല, മണ്ണെണ്ണ വിളക്കും കണി കാണാൻ പോലും ഇല്ല. അസ്സലാമു അലൈക്കും, ഹായ് ഡിയേഴ്സ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മണ്ണെണ്ണയും മണ്ണെണ്ണ വിളക്കും ഇല്ലാതെ നമുക്കൊരു അടിപൊളി വിളക്ക് ഉണ്ടാക്കിയാലോ. നമ്മുടെ ഈ വിളക്ക് ഉണ്ടാക്കാനോ വിളക്ക് കത്തിക്കാനോ ഒരു രൂപ പോലും ചിലവില്ല കേട്ടോ. വിളക്കുണ്ടാക്കാനായിട്ട് ഇതുപോലൊരു കുപ്പി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ. ഗ്ലാസ് ബോട്ടിലാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. വിളക്കുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ അടപ്പിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ബോട്ടിൽ ക്യാപ്പിൻ്റെ സെൻറ്ററിലായിട്ട് വേണം ഹോൾ ഇട്ട് കൊടുക്കാൻ. അതിന് വേണ്ടി കത്രിക കൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ബോട്ടിൽ ക്യാപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ ആവരുത് കേട്ടോ, മെറ്റൽ ക്യാപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. കുപ്പിയുടെ അടുപ്പിൽ ഞാനിവിടെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഏതെങ്കിലും സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ ഇതുപോലുള്ള ഒരു ബോട്ടിലാണ്. ഇതൊരു മെറ്റൽ ബോട്ടിലാണ് കേട്ടോ. ഇതിൽ നിന്നും ഒരു കുഞ്ഞു പീസ് സ്ക്വയർ ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഇതിനധികം കട്ടിയൊന്നുമില്ല കേട്ടോ. ചെറിയൊരു കത്രിക കൊണ്ട് നമുക്കിത് മുറിച്ചെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതുപോലത്തെ ബോട്ടിൽ കിട്ടാനില്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മെറ്റൽ പീസ് എടുത്താൽ മതി കേട്ടോ. മെറ്റലിൻ്റെ ടാൽക്കം പൗഡർ ബോട്ടിൽ ഉണ്ടാവില്ലേ, അതിൻ്റെ ഒരു കഷ്ണം എടുത്താലും മതി. ഞാനിവിടെ ബോട്ടിലിൻ്റെ ഒരു കുഞ്ഞു പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു കുഴൽ പോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. ഒരു തിരിയിടാൻ പാകത്തിനുള്ള കുഞ്ഞു കുഴൽ പോലെ വേണം ഇത് ചുരുട്ടിയെടുക്കാൻ. ചുരുട്ടിയെടുത്ത ഈ കുഴൽ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച കുപ്പിയുടെ അടപ്പിൻ്റെ ഹോളിനുള്ളിലേക്ക് ഇറക്കി വയ്ക്കാം. കുഴലിൻ്റെ കാൽഭാഗം അടപ്പിനുള്ളിലേക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ ഇറക്കി വെക്കണം. ഇനി ഒരു കോട്ടൺ തുണിയുടെ കഷ്ണം കീറിയെടുത്ത് നമുക്കിതിലേക്ക് തിരിയിട്ട് കൊടുക്കാം. തിരിയിട്ട് കൊടുത്തപ്പോൾ നമ്മുടെ വിളക്ക് ഇവിടെ റെഡി ആയിട്ടോ. ഇനി ഇത് കത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു തുള്ളി മണ്ണെണ്ണ പോലും ഇല്ലാതെയാണ് നമ്മൾ ഈ വിളക്ക് കത്തിക്കുന്നത്. മാത്രമല്ല ഇതിനായിട്ട് ഒരു പൈസ പോലും നമുക്ക് ചിലവഴിക്കേണ്ട ആവശ്യവുമില്ല. ആദ്യം തന്നെ നമുക്ക് ഈ കുപ്പിക്കുള്ളിലേക്ക് 2 തുള്ളി ഉജാല ഒഴിച്ചു കൊടുക്കാം. വെറും 2 തുള്ളി ഉജാല മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെറും പച്ചവെള്ളമാണ്. നമ്മൾ എടുത്ത കുപ്പിയുടെ ഏതാണ്ട് 3/4 ഭാഗത്തോളം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളവും ഉജാലയൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒന്നും ഇതിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ പപ്പടം വറുത്തതോ ചിപ്സ് ഉണ്ടാക്കിയതോ പലഹാരം ഉണ്ടാക്കിയതോ ഒക്കെ ആയ എണ്ണ ബാക്കിയിരിപ്പുണ്ടാവില്ലേ, കളയാൻ വെച്ചേക്കുന്നത്, അതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രം നമുക്ക് കുപ്പിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. 1-2 പ്രാവശ്യം കുക്ക് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന എണ്ണയാണ് കേട്ടോ നമുക്കിവിടെ ആവശ്യമുള്ളത്. അതായത് നമ്മൾ കളയാനായിട്ട് മാറ്റി വെച്ചേക്കുന്ന എണ്ണ. 2 ടേബിൾ സ്പൂൺ വേസ്റ്റ് ഓയിലാണ് ഞാൻ ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച തിരിയിട്ട അടപ്പ് ഇതിലേക്ക് വെച്ചൊന്ന് അടയ്ക്കാം. ഇനി ഇതൊന്ന് കത്തിക്കാം. ഇതാ കണ്ടോ, 10 പൈസ പോലും ചിലവില്ലാതെ നമ്മുടെ വിളക്ക് കത്തുന്നത്. നമ്മുടെ എണ്ണ അധികം ചൂടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെയൊന്നും ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ രാത്രിയിൽ കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് കത്തിക്കാൻ പറ്റിയ നല്ലൊരു വിളക്കാണ് കേട്ടോ ഇത്. ഈ വിളക്ക് കത്തുമ്പോൾ കരിയും പുകയും ഒന്നും ഉണ്ടാവില്ല. മാത്രമല്ല മണ്ണെണ്ണയുടെ സ്മെല്ലും ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്.